നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള ഒരു അസുഖമാണ്. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളും അറിയാം. ഈ ടോപ്പിക്കാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ സജിത് എസ് നായർ, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. രക്തസമ്മർദ്ദം എന്നാൽ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ധമനികളിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഭിത്തികളിലേക്ക് രക്തം ഏൽപ്പിക്കുന്ന പ്രഷർ, അതായത് സമ്മർദ്ദം, അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷറായിട്ട് റീഡ് ചെയ്യുന്നത് മെഷീനിൽ കൂടെ. ഇതിന് കാരണങ്ങൾ രണ്ടാണ്. സാധാരണയായും നമ്മൾ പറയുന്നത്, ഒന്ന് ഭിത്തികളുടെ റിജിഡിറ്റി അഥവാ അത് വികസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന കാരണം വരുന്ന പെരിഫറൽ റെസിസ്റ്റൻസ്. രണ്ടാമത്തേത് രക്തത്തിൻ്റെ തന്നെ വോളിയത്തിൻ്റെ കൂടുതൽ. ഇത് രണ്ട് ആണ് സാധാരണയായിട്ട്. ഇത് ഉണ്ടാകുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഉണ്ടാകുന്ന റീസൺസ് ഇത് രണ്ടുമാണ്. അപ്പോൾ രണ്ട് തരം ബ്ലഡ് പ്രഷറാണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന. ബ്ലഡ് പ്രഷറിൽ രണ്ട് തരം റീഡിംഗ് ആണ് വരുന്നത്, സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സിസ്റ്റോളിക് എന്താണ്, ഡയസ്റ്റോളിക് എന്താണ്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നാൽ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ, അതായത് ഒരു കൺട്രാക്ഷനിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ധമനികളിൽ പോയി ഏൽപ്പിക്കുന്ന സമ്മർദ്ദമാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഡയസ്റ്റോളിക് ആകട്ടെ, ഈ ഹൃദയം പമ്പ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്ത്, അതായത് ഡയലേറ്റ് ചെയ്ത് തിരിച്ച് രക്തം നിറയ്ക്കുന്ന സമയത്ത് ഉള്ള ബ്ലഡ് പ്രഷറാണ് ഡയസ്റ്റോളിക്. ഈ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമ്മുടെ പെരിഫറൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർട്ടറീസിൻ്റെ, അതായത് രക്തധമനികളുടെ കണ്ടീഷൻ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഈ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ബ്ലഡ് പ്രഷേഴ്സ്. അപ്പോൾ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും കൂടെ ചേരുന്നതാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ. ഈ ബ്ലഡ് പ്രഷർ ഒരാളിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉള്ള ക്രൈറ്റീരിയ ഇറക്കിയിരിക്കുന്നത് ജോയിന്റ് നാഷണൽ കമ്മിറ്റി 8th JNC 8th റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എല്ലാ ഫിസിഷ്യൻസും ഫോളോ ചെയ്യുന്നത്. അതിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, സാധാരണ 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ 140-90, അതായത് സിസ്റ്റോളിക്ക് 140ഉം 90 ഡയസ്റ്റോളിക്കും ആണ് കട്ട് ഓഫ്. അതിന് മേളിലോട്ട് പോകുന്നവർക്ക് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതുപോലെ 60 വയസ്സിന് മേളിലുള്ളവർക്ക് 150-90, 150 സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് 90. അപ്പോൾ ഇത് രണ്ടും ആണ് സാധാരണഗതിയിൽ. ഇനിയിപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസോ അതുപോലെ വേറെ എന്തെങ്കിലും കോമോർബിഡ് കണ്ടീഷൻസ് കൂടെ ഉണ്ടെങ്കിൽ ഈ ഏജ് ലിമിറ്റിൽ 140-90 ആണ് കട്ട് ഓഫ്. അപ്പോൾ ഇതിന് മേളിലോട്ട് പോകുന്നവരെയാണ് നമ്മൾ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, രണ്ട് തരം റിസ്ക് ഫാക്ടേഴ്സാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്. ഒന്ന് മോഡിഫയബിൾ, രണ്ടാമത്തേത് നോൺ മോഡിഫയബിൾ. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ കഴിയാത്ത റിസ്ക് ഫാക്ടേഴ്സ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രായം, നമ്മുടെ സെക്സ്, മെയിൽ സെക്സ്, ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫാമിലി ഹിസ്റ്ററി എന്നുള്ളത്. മറ്റത് മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതി, അതായത് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്, ആൽക്കഹോളിസം, സ്മോക്കിങ്, ഒബീസിറ്റി, ഇതെല്ലാം മോഡിഫയബിൾ, അതായത് നമുക്ക് തിരിച്ച് നോർമലാക്കാൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സ്. ഇത് രണ്ടും ആണ് സാധാരണ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 140-90 ആണ് കട്ട് ഓഫ്. ഈ ഡയബറ്റീസും കോമോർബിഡ് കണ്ടീഷൻസും ഉള്ള ആൾക്കാരിലുള്ള കട്ട് ഓഫ് ബ്ലഡ് പ്രഷർ. 60 വയസ്സിന് മേളിൽ ഷുഗർ ഇല്ലാത്തവർക്ക് 150-90 വരെ BP പോകും. അപ്പോൾ ഇതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡയറ്ററി മോഡിഫിക്കേഷൻസും ചിലപ്പോൾ മെഡിസിൻസും തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ ഡയറ്ററി മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗമാണ് കുറയ്ക്കേണ്ടത്. ഉപ്പിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ 2.4 ഗ്രാം ഒരു ദിവസം സോൾട്ട് ഒരു ദിവസം മാക്സിമം, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ 6 ഗ്രാംസ് സോഡിയം ക്ലോറൈഡിന് താഴെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നുള്ളത് നമ്മുടെ വെയിറ്റ്, ബോഡി വെയിറ്റ് റിഡക്ഷൻ. ബോഡി വെയിറ്റ് റിഡക്ഷൻ ഒബീസിറ്റി ഉള്ളവർക്ക് ഒരു 10 കിലോ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 20 അടുപ്പിച്ച് 5 മുതൽ 20 മില്ലിമീറ്റേഴ്സ് മെർക്കുറിയുടെ അളവിൽ ബ്ലഡ് പ്രഷർ തന്നെ കുറയും. അപ്പോൾ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നോക്കണം. അപ്പോൾ അത് ഒരു റീഡിംഗ് എടുത്തിട്ട് നമ്മൾ മെഡിസിൻ തുടങ്ങാറില്ല. സാധാരണഗതിയിൽ 2 മുതൽ 3 റീഡിംഗ് മിനിമം വേണ്ടി വരും.
അപ്പോൾ അത് റെസ്റ്റിംഗ് കണ്ടീഷനിൽ, അതായത് ഒരു സ്ട്രെസ്സും ഇല്ലാത്ത ഒരു സറൗണ്ടിങ്ങിലായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്. അതൊരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് ഗ്യാപ്പിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ബ്ലഡ് പ്രഷർ നോക്കി 3 റീഡിങ്ങും കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ മെഡിസിൻ്റെ ഉപയോഗം തുടങ്ങുള്ളൂ. പിന്നുള്ളത് ഈ കൺട്രോൾ ചെയ്യാതെ ഇപ്പോഴുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലരും യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ചും ഒ പിയിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ടായിരിക്കും വരുന്നത്, പനിയായിട്ടോ വരുമ്പോഴായിരിക്കും നമ്മൾ പ്രഷറിൻ്റെ ഒരു ഇത് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതും അവരെടുത്ത് അത് സൂക്ഷിക്കണമെന്ന് പറയുന്നതും തിരിച്ച് നമ്മൾ വിളിച്ചിട്ട് വീണ്ടും അവരുടെ പ്രഷർ നോക്കും. അപ്പോഴും കൂടി നിൽക്കുമ്പോഴും അവർ മരുന്ന് തുടങ്ങാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇത് മരുന്ന് കഴിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മിക്കവാറും എല്ലാവരും അത് സമ്മതിച്ച് മരുന്ന് തുടങ്ങാറുണ്ട്. നമ്മളിത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു നോർമൽ നമ്മളൊരു വാട്ടർ പമ്പുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള പ്രഷർ പമ്പ്, വാട്ടർ പമ്പ് പോലെ ഒരു സാധാരണ പമ്പ് തന്നെയാണ് നമ്മുടെ ഹൃദയവും. ജനിക്കുന്നത് മുതൽ മരണം വരെ ഉറക്കത്തിലും എല്ലാം കണ്ടിന്യൂസ് ബീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പമ്പ് നമ്മൾ 2 പമ്പ് എടുക്കുക. ഒരു പമ്പ് മിനിറ്റിൽ 60 പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നു, വേറൊരു പമ്പ് മിനിറ്റിൽ 100 പ്രാവശ്യം നോർമലിനെക്കാളും പ്രഷറിൽ പമ്പ് ചെയ്യുന്നു. അപ്പോൾ ലോജിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഏത് പമ്പിനായിരിക്കും കൂടുതൽ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാവും. 60 തവണ നോർമൽ പ്രഷറിൽ ബീറ്റ് ചെയ്യുന്ന പമ്പിനായിരിക്കും കൂടുതൽ ലൈഫ്, അതായത് നമ്മുടെ ലൈഫ്, ഈ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്. ഇത് കാരണമാണ് നമ്മൾ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്ത് നിർത്തണം എന്ന് പറയുന്നത്. എത്ര നാൾ ഇത് കൺട്രോൾ ഇല്ലാതെ പോകുന്നു അത്രയും ഡാമേജ് ഹൃദയത്തിനും രക്തക്കൊഴലുകൾക്കും വരും. ഹൃദയത്തിന് എന്ത് പ്രോബ്ലം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയം നമ്മളിപ്പോൾ ജിമ്മിലോ എവിടെയെങ്കിലും പോയി എക്സസൈസ് ചെയ്യുന്നത് പോലെ ഹൃദയം ഇത്രയും പ്രഷറിൽ പമ്പ് ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ മസിൽസിൻ്റെ കട്ടി കൂടും. നമ്മൾ ജിമ്മിൽ പോയി നമ്മുടെ മസിൽസ് വലുതാവുന്നത് പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭിത്തികളുടെ വണ്ണം കൂടും. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭിത്തികളുടെ വണ്ണം കൂടുമ്പോൾ ഉള്ളിലെ രക്തം ഉൾക്കൊള്ളാനുള്ള സ്പേസ് കുറയും. അതായത് ഭിത്തികളുടെ വണ്ണം കൂടുമ്പോൾ മുറിയുടെ സൈസ് ചെറുതാകുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഭിത്തികളുടെ വണ്ണം കൂടുമ്പോൾ ഉള്ളിൽ രക്തം ഉൾക്കൊള്ളാനുള്ള സ്പേസ് കുറയുകയും പിന്നീട് അത് പമ്പ് ഫെയിലിയർ ആയിട്ടും ഒക്കെ വരാം. അത് കൂടുതലും വരുന്ന ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതായത് താഴത്തെ അറയിൽ ലെഫ്റ്റ് സൈഡിലെ അറയാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന അയോർട്ട എന്ന് പറയുന്ന ഏറ്റവും വലിയ രക്തധമനി ഇറങ്ങുന്നത്. അപ്പോൾ അതിലേക്കുള്ള പമ്പിങ് പ്രഷർ കൂടുമ്പോൾ ആ സൈഡിലെ ചേംബറിൻ്റെ വണ്ണം കൂടും. അതിനെ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയും. അപ്പോൾ ഇത് ലോങ് റണ്ണിൽ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. പിന്നുള്ളത് ഹൃദയത്തിൻ്റെ ഈ ഹൃദയമെടുപ്പ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൾസ് റേറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതും എബോവ് നോർമലാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതും തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ച് അത് ചിലപ്പോൾ നെഞ്ചെടുപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡ് ആയിരിക്കുമ്പോൾ ചില ആൾക്കാരിൽ ഈ ഒരുപാട് നാൾ ഇങ്ങനെ ചെറിയ രീതിയിൽ കൂടി വരുന്ന ബ്ലഡ് പ്രഷർ ഒരു സിംറ്റമും ഉണ്ടാക്കണമെന്നില്ല. കാര്യം ബോഡി ടോളറേറ്റ് ചെയ്യും. ഒരു 120 നിന്ന് 130 ആവും, ക്രമേണ അത് 140 ആവും. അപ്പോൾ തലവേദനയോ ഒരു സിംറ്റവും ഉണ്ടാവണമെന്നേ ഇല്ല പേഷ്യൻറ്റിൽ. പെട്ടെന്ന് കൂടുന്ന ബ്ലഡ് പ്രഷറിനാണ് സിംറ്റംസ് ഉണ്ടാകുന്നത്. അതായത് ബോഡി ടോളറേറ്റ് ചെയ്യും ചെറിയ, അതുകൊണ്ട് വാർണിംഗ് സൈൻസ് വരില്ല. അപ്പം നമ്മൾ ഈ വാർണിംഗ് സൈൻസ് വരാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ്. അതായത് ഇപ്പോൾ വളരെ കൂടുതലായതിനു ശേഷം മാത്രമേ വാർണിംഗ് സൈൻസ് വരുള്ളൂ. അതായത് 220 ഒക്കെ പോയി സ്ട്രോക്ക് ഒക്കെ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫൈനൽ എഫക്ട്സ് വരുമ്പോഴാണ് അത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ, പ്രധാനമായിട്ടും സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ 100% ഒരു 30 വയസ്സ് ആകുമ്പോഴത്തേക്കും തന്നെ ഒരു ഡോക്ടറെ കാണുക, അത്യാവശ്യമുള്ള ചെക്കപ്പുകളെല്ലാം ചെയ്യുക. ഫാമിലിയിൽ ആർക്കാണ് എന്ത് അസുഖമാണെന്ന് ഡോക്ടറെ അടുത്ത് പറയുക, ഇതുകൊണ്ടാണ് ചെക്കപ്പിന് വന്നതെന്ന് പറയുക. നമുക്ക് യാതൊരു കംപ്ലയിൻസും ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ പോലും വർഷാവർഷം റെഗുലറായിട്ട് എല്ലാ ചെക്കപ്പും ചെയ്യുക. എന്നിട്ട് ഡോക്ടർ ഉപദേശിക്കുന്നതിനനുസരിച്ച്, എക്സ്പേർട്ട് ഉപദേശിക്കുന്നതിനനുസരിച്ച് മരുന്നുകൾ, ഡയറ്റ് ഇത് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.